السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. വിശുദ്ധമായ മാസത്തിലെ പരമശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു വർഷവും കൂടി അള്ളാഹു ആരോഗ്യവും ജീവിത സൗകര്യങ്ങളും ആയുസ്സും അനുവദിച്ചു എന്നത് വല്ലാത്തൊരു നിഅമത്താണ്. ഇങ്ങനെ ഒരു മുഹറമിനെ കുതിച്ചാണ് ചുറ്റുഭാഗത്ത് കിടക്കുന്ന ആളുകളൊക്കെ കിടക്കുന്നത്. 2025 26 വരുന്ന മുഹറമിൽ നോമ്പ് വെക്കണമെന്ന് ഉദ്ദേശിച്ച ആളുകളും ഖബറിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവർക്കതിന് കഴിഞ്ഞില്ല. ആയുസ് അവരെ തടഞ്ഞു വെച്ചു. അള്ളാഹുവിന്റെ ഖളായിൽ അവർ ഉത്തരം കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ എത്ര മുഹറം കടന്നു വരും, അടുത്ത മുഹറമിൽ നമ്മൾ ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും പരമപ്രധാനമായും ഗൗരവത്തോടെയും എനിക്ക് ആവർത്തിച്ച് ആവശ്യപ്പെടാനുള്ളത്, അടുത്ത മുഹറമിലേക്കുള്ള കൽബിയായ സംഭരണി നന്മകളെ കൊണ്ട് നാം നിറക്കാൻ മറക്കരുത് എന്നതാണ്. ഓരോന്നും അല്ലാഹു വളരെ കൃത്യമായി ചോദ്യം ചെയ്യും. ഇന്നത്തെ ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ ആഖിറം നഷ്ടപ്പെടുത്തുന്ന ബഹളങ്ങൾക്കിടയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്, എല്ലാ മതക്കാരും. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഈയാമ്പാറ്റകൾ വിളക്കത്തേക്ക് പാറി വരുന്നത് പോലെ പാറിപ്പറന്ന് വീണ് ചതഞ്ഞ് തീരുന്നത് മാപ്പിള മക്കളാണ്. ഇന്നത്തെ രീതികൾ നോക്കൂ. മുഹാസബയുടെ സന്ദർഭങ്ങളാണിത്. മുഹാസബ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി തിരുത്താനുള്ള തിരുത്തേണ്ട സമയമാണ്. ആഖിറത്തിലേക്ക് മുൻകരുതൽ ആവശ്യമുള്ള സമയമാണ്. ജീവിതം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസരമാണ്. പുനർവിചിന്തനത്തിന് രാവും പകലും ഉപയോഗപ്പെടുത്തേണ്ട സന്ദർഭങ്ങളാണ്. വിചാരണ ഇവിടെ വെച്ചുകൊണ്ട് നടന്നാൽ ആഖിറത്തിൽ വിചാരണയിൽ രക്ഷപ്പെടുമെന്നാണ്. ഹാസിബു ഖബല അൻ തുഹാസബു. നിങ്ങൾ നാളെ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് സ്വന്തമായിട്ട് ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു മഹാന്റെ ചരിത്രത്തിൽ വായിച്ചു. അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് കടന്നുപോയപ്പോ ബാക്കോട്ട് നോക്കി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പിറകുഭാഗത്തേക്ക് ഓരോ സ്റ്റെപ്പുകളിലും അദ്ദേഹം ചെയ്ത തെറ്റുകളൊക്കെ അങ്ങനെ എഴുതി വെച്ചു. വലിയ മഹാനാണ് അദ്ദേഹം. എത്ര അരിച്ചു വെറുക്കിയിട്ടും 50-ൽ താഴെ തെറ്റുകൾ എഴുതി വെക്കാൻ പറ്റുള്ളൂ. 36 തെറ്റുകൾ. ഈ 36 തെറ്റുകൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക്, സ്ക്രീനിലേക്ക് ചിത്രം പതിയുന്നത് പോലെ പതിഞ്ഞ് തികട്ടി വന്നപ്പോ ആ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി അദ്ദേഹം 36 ലക്ഷം ഇസ്തിഗ്ഫാറാണ് ചൊല്ലിയത്. ഒരു തെറ്റിന് 1 ലക്ഷം ഇസ്തിഗ്ഫാർ. 36 ലക്ഷം ഇസ്തിഗ്ഫാറൊക്കെ ചെയ്ത് ഇങ്ങനെ സമാധാനിച്ചിരുന്നപ്പോ ഞാൻ തർക്കടില്ല. അപ്പൊ അതിനൊരു 10 ലക്ഷം വേറെയും ചെയ്തു ആ തോന്നൽ പോവാൻ. ഇതായിരുന്നു കഴിഞ്ഞ കാലത്തെ മഹാന്മാരുടെ മുഹാസബ. അലിയാരിങ്ങനെ രാത്രിയിൽ മുഹാസബ നടത്തുമ്പോ ചിലപ്പോൾ ചാട്ടവാർ അരികിലുണ്ടാവും. എടുത്തിട്ട് സ്വന്തം കൈകൊണ്ട് ആ ചാട്ടവാർ എടുത്തിട്ട് പുറത്തടിക്കും. അലിയാര് പുറത്ത്. നീ അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എന്റെ പണിയില്ല. ഒരു പണിയില്ല. പക്ഷെ പഴയകാല ജീവിതം അവരുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ടാകാം. അപ്പൊ അവർക്ക് അവരെ പിടിച്ചു വെക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ സ്വന്തം അവരെ മുഹാസബ കൊണ്ട് നിയന്ത്രണം വിട്ടിട്ട് അടിച്ചിട്ടുണ്ടാകാം. മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞു പുറത്ത് അടിയുടെ പാടിന്റെ കറുപ്പ് വരകൾ ഉണ്ടായിരുന്നു എന്ന്. ആരാണ് അലിയാരടിച്ചത്? ആരാണ് ഉമർ ഖത്താബിനെ അടിച്ചത്? ഉമർ ഖത്താബിനെ പുറത്തുനിന്ന് ഒരാൾക്കും അടിക്കാൻ ധൈര്യമില്ല. അവരെ തന്നെ അടിച്ചു. മുഹാസബയുടെ കടുപ്പമാണിത്. ജനുവരിക്കാരന്റെ പുതുവത്സരം എന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടലാണ്. വിശ്വാസിയുടെ പുതുവത്സരം പൊട്ടലാണ്, പടക്കമല്ല, കൽബ് പൊട്ടലാണ്. അല്ലാ എന്ന് വിളിച്ചിട്ട് പൊട്ടേണ്ട സന്ദർഭങ്ങളാണ്. പക്ഷെ ആ സന്ദർഭം നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ്? കളിയിലാണ്, വിനോദത്തിലാണ്, രാവില്ല പകലില്ല. കുറച്ചും ഒരാളൊരു വീഡിയോ എനിക്ക് കാണിച്ചു തന്നു. 2022 കളിയില് ബ്രസീൽ തോറ്റപ്പം മറിഞ്ഞു വീണ ഒരു ചെറുപ്പക്കാരെ ഇപ്പോഴിങ്ങനെ ഒടിഞ്ഞു കിടക്കുകയാണ്. മുണ്ടിയിട്ടില്ല. പിന്നെ
മാതാപിതാക്കൾ അടുത്തുനിന്നിട്ട് വെള്ളം കൊടുക്കണം, പുറമൊഴിഞ്ഞു കൊടുക്കണം, എന്നിട്ട് ശരിയായി കിട്ടാൻ വേണ്ടി ഇപ്പത്തെ കളിയിൽ ജയിച്ചു എന്നിങ്ങനെ ചവിട്ടിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവനൊന്ന് ശരിയായി കിട്ടാൻ. കാരണം അന്ന് തോറ്റപ്പോ വീണതാണ്, ഇപ്പോഴും നീച്ചിട്ടില്ല. ഇതിനല്ലേ ഭ്രാന്ത് എന്ന് പറയാ? കളിക്കണേന് ആരെങ്കിലും ഭ്രാന്ത് എന്ന് പറയാ? ആരാപ്പ കളിക്കെതിര്? ദുനിയാവാണ്. ശരീരത്തിനൊരു മസില് കൂട്ടാനും ഒരു ഉന്മേഷത്തിനും കാലിന്റെ മുട്ടിന്റെ വേദന മാറാനും ഒരു പന്തെടുത്തിട്ടൊന്ന് അങ്ങോട്ടും കൊണ്ടും പായണതിന് ആരാപ്പെതിര്? പക്ഷെ അത് ഭ്രാന്തായാലും അപകടമല്ലേ? കളി എന്നല്ല, കാര്യം ഭ്രാന്തായാലും അപകടമല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട അലിസ്താബ് എണീച്ചിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, 4 റക്അത്ത് നിസ്കരിച്ചു, പാകാണ്. പക്ഷെ മുപ്പര് നിർത്തണില്ലെങ്കിലോ? അപ്പൊ കാര്യമല്ലോ, കളിയല്ലല്ലോ. ഇപ്പൊ നിസ്കരിക്കന്നെ നമ്മൾ നേരെ എടുത്തിട്ട് വണ്ടി കയറ്റും. ഇപ്പൊ ഞാൻ ഖുത്ബാന്റെ തുടങ്ങി, നിർത്തണില്ലെങ്കിലോ വാളുകൾ വാങ്ങുമല്ലേ? ഖുത്ബ അപ്പോഴും നിർത്തിയിട്ടില്ല, അസർ വരെയാ ഖുത്ബ തന്നെ. നിങ്ങൾ ഇറങ്ങാൻ പറയില്ല എന്നോട്, കാരണം സുഖമില്ല നിങ്ങൾക്ക് ഉറപ്പാണ്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സുഖമില്ല നിങ്ങൾക്ക് ഉറപ്പാണ്. കാരണം മനുഷ്യന് കാര്യം തുടങ്ങിയ അതിനൊരു ഭ്രാന്ത് പറ്റും, നിർത്തണ്ടേന്ന്. കളിയിലല്ല, കാര്യത്തിലേ ഞാൻ പറഞ്ഞേ, പിന്നെ കളിന്റെ കാര്യം പറയണോ? ഇത് ഭ്രാന്ത് തന്നെ. മുസ്ലിം ചെറുപ്പക്കാരാണ് ഇതിന്റെയൊക്കെ മുമ്പിൽ. 7,000-8,000 രൂപ ശമ്പളം വാങ്ങുന്ന വാപ്പാന്റെ മോൻ വെക്കുന്നത് 1,14,000 റുപ്യന്റെ കട്ടൗട്ടാണ്, ഫ്ലക്സാണ്. അവിടെ വരക്കാനും ഫോട്ടോസ് വെക്കാനും ചെലവഴിക്കുന്നത് എത്ര രൂപയാണ്? അതിലൊക്കെ ഉള്ളത് വലിയ ബർക്കത്തിന്റെ ഫോട്ടോകളാണോ? ഫലസ്തീൻ വിമോചന പ്രകടനത്തിന് വേണ്ടി കോഴിക്കോട്ട് ടൗണിലും കോട്ടക്കൽ ടൗണിലും മലപ്പുറത്തിന്റെ നെഞ്ചത്തും തിരൂരുമൊക്കെ അതിശക്തമായ പ്രതിഷേധ പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എതിരാളികളെ മനസ്സിന്റെ ഈർഷ്യ മുദ്രാവാക്യത്തിലൂടെയും പ്രസംഗത്തിലൂടെയും തീർത്ത പലരുമാണ്. ഫലസ്തീനെതിരെ ശക്തമായി തീത്തുപ്പുന്ന ഭാഷയിൽ ഇസ്രായേൽ അനുകൂലിച്ചുകൊണ്ട് ജൂതന്മാരെ തലയിലേറ്റ് പലസ്തീനെ പച്ചക്ക് തെറി പറഞ്ഞിരുന്ന ആളുകളുടെ ഫോട്ടോ ഉള്ള പണിയിലിട്ട് നടക്കുന്നത് എന്നത് എത്ര വിരോധാഭാസമാ പ്രിയപ്പെട്ടവരെ. പഴയ കാലത്ത് നിന്ന് നമ്മുടെ നാടുകളിൽ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി വന്നിരുന്ന വൈദേശിക ആധിപത്യത്തിന്റെ പിൻഗാമികളായ പേരക്കുട്ടികളെ കളിയുടെ പേരിൽ, കൊടിയുടെ പേരിൽ, കളറിന്റെ പേരിൽ, പന്തിന്റെ പേരിൽ പൂജിക്കുന്നത് എത്രമാത്രം ഹീനമായ ദുസ്വഭാവമാ പ്രിയപ്പെട്ടവര്. പക്ഷെ നോന്ന് പറയാൻ ത്രാണിയുള്ള ആൺകുട്ടികൾ ഇല്ലാതെയായിപ്പോ. ആരപ്പ കളിനെ എതിർക്കണേ? ഞാൻ കളിനെ എതിർക്കൂല, കാരണം എന്റെ കുട്ടികൾ കളിക്കുന്ന ആൾക്കാരാണ്. മനുഷ്യനാകുമ്പോ മണ്ണേറ്റ് വന്ന പണം, വെറും കാർപ്പറ്റേറ്റ് വന്നിട്ടുണ്ടായ പോരാ. കാർപ്പറ്റും മാർബിളും കൂടിയതാണ് കാലിന്റെ വേദന കൂടാൻ കാരണം. മനുഷ്യൻ മണ്ണെന്നുണ്ടായതാണ്. ഇപ്പൊ കാല ഇടക്കിടക്ക് മണ്ണ് തട്ടണം, അതിന് കളി പറ്റും. പക്ഷെ അതിന്റെ പേരിൽ രാവും പകലൊക്കെ കളി തന്നെ. അതിന്റെ പേരിൽ ശത്രുക്കളെ പൂജിക്കന്നെ. അതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പച്ചക്ക് കട്ടക്ക് നിന്ന് കൊടുത്തുകൊണ്ട് പാവപ്പെട്ട ഫലസ്തീനിലെ പിഞ്ചുമക്കൾ കിടന്ന് പെടഞ്ഞ് ചാമ്പലായിക്കൊണ്ടിരിക്കുമ്പോൾ വീടുകളിൽ നിന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇസ്രായേലിന് കുഴലൂത്ത് നടത്തിയിരുന്ന ആളുകളെ പരസ്യമായി ഫോട്ടോ സഹിതം പൂജിച്ചു നടക്കുന്നത് ഹാജിക്കമാരുടെ മക്കളാണെന്ന് അറിയുമ്പോൾ ഇതൊരു ഭ്രാന്താ പ്രിയപ്പെട്ടവരെ. ഇത് കളിയാണോ? കളിയാണ്, പക്ഷെ തീക്കളിയാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ മുസ്ലിം ഉമ്മത്ത് ഈ വിഷയം മക്കൾക്ക് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക, അവരെ നല്ല മജ്‌ലിസുകളിലൊക്കെ കൊടുന്നിരുത്തുക, അവർക്ക് ദീനിയായ ബോധം ഉണ്ടായി കൊടുക്കുക, ഇലാഹിയായ ചിന്ത ഉണ്ടായി കൊടുക്കുക. പള്ളി കയറി നിസ്കരിക്കുന്ന കുട്ടികളുടെ ബനിയൻ പോലും ബ്രസീലാണ്, മെസ്സിയാണ്, ഇമാമെന്നെ മെസ്സിയാണോ എന്ന് തോന്നിപ്പോവും ചിലപ്പോ. നല്ല ആവേശം ഉണ്ടാവും, ബേക്കലൊക്കെ ആ ചിത്രങ്ങളാണ്. യാ അല്ലാഹ്, ഇതെന്തൊരു ഭ്രാന്താണ്! ഇതിന്റെ പേരല്ലേ ഭ്രാന്ത്? അറഫന്റെ ദിവസം കഴിഞ്ഞു, ഇവരതിന്റെ കട്ടൗട്ട് വെച്ചിരുന്നു. അത് ഉത്തമമുള്ള കാര്യമല്ല, ഞാൻ അതിനെ അനുകൂലിക്കല്ല. പക്ഷെ അയിമ ഇവർക്ക് ആവേശം ഉണ്ടായിരുന്നു. ഇവര് ടിവിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അറഫ സംഗമം കണ്ടിരുന്നോ? തവാഫ് കണ്ടിരുന്നോ? അറഫ പ്രസംഗം കേട്ടിരുന്നോ? അതൊന്നുമില്ല. വെറും കളി 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 എന്ന ചിന്ത മാത്രം. ഇതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുവും വസീനത്തും വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാതു ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور.
എത്ര അർത്ഥവത്തായിട്ടാണ് പടച്ചവൻ കൃത്യമായി അടയാളപ്പെടുത്തുന്നത്. യഅലമൂ, നിങ്ങൾ ഉറപ്പിക്കണേ, ഇന്നമൽ ഹയാത്തു ദുനിയ, നിശ്ചയമായും ദുന്യവിയായ ജീവിതം ലഅബുൻ വലഹുൻ. രണ്ട് കളിയാണത്. ലഅബ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കളി. ഫഇലു സുബിയാന്ന് കാണാം ചില തഫ്സീറിൽ, ചെറിയ കുട്ടികളെ കളി. വലഹുൻ ഫഇലു ശുബ്ബാൻ, ചെറുപ്പക്കാരെ കളി. രണ്ടുമല്ല ഇപ്പൊ തരംഗായിട്ടുള്ളത്. കുട്ടികളെ വഴിക്ക്, ചെറുപ്പക്കാരെ വഴി കളിയാണ്. ഇതിന്റെ ചില തഫ്സീൽ കാണാം, വഹും യുതഇബൂന അൻഫുസഹും, കളിച്ചിട്ട് വരിങ്ങനെ ക്ഷീണിച്ചിട്ട് വീട്ടിക്ക് വരും. യാ അല്ലാഹ്, അല്ലാഹ് ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പം കണ്ട് ഇറക്കിയ ആയത്ത് പോലെ അല്ലേ. ഇത് ഖുർആനിൽ നേരത്തെ ഉള്ളതാ. ലഅബുൻ വലഹുൻ വസീന, സീനത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം സ്ത്രീകളുടെ അരങ്ങേറ്റമാണ്. ഇത് മൂന്നല്ലേ ഇപ്പൊ ഉള്ളത്. ഇത് അള്ളാന്റെ ഖുർആനെ അർത്ഥം വെക്കണം. നിങ്ങൾക്ക് തോന്നുന്നില്ല ഇപ്പൊ ഈ പള്ളിയൊക്കെ കണ്ട് ജിബിഎസ്എല്ലാം കൊടുക്കുന്ന ആയത്താണ്. ഇതാണ് ഖുർആന്റെ ഒരു പ്രത്യേകത. ഏത് വിഷയം വരുമ്പോഴും ഞാൻ ആയത്തും ഹദീസും ഞാൻ ഉണ്ടാക്കണല്ല, നേരത്തെ ഖുർആനിലുള്ളതാ. ഇതിനിങ്ങനെ അർത്ഥമില്ലാന്ന് കേൾക്കണ ആർക്കാൾ പറയട്ടെ. എന്നിട്ട് അല്ലാഹ് പറയാണ്, വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ ഫഖർ നടിക്കലാണ്. ഒരു ഗോളങ്ങോട്ടടിച്ചാൽ പിന്നെ ദുരഭിമാനമായി, പിന്നെ ആർപ്പും വിളിയായി, ആരടാ ഞാനടാ പോടാ വാടയായി. വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ഇതൊക്കെ പറഞ്ഞിട്ട് പടച്ച തമ്പുരാൻ പറയുകയാണ്, ഇതൊക്കെ കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാതു. വിത്തിറക്കിയിട്ട് കർഷകന്മാർ വയലിലേക്ക് നോക്കുകയാണ്, പാടത്തേക്ക് നോക്കുകയാണ്. ഒരു മഴ പെയ്തപ്പോഴേക്ക് വിത്തൊക്കെ പച്ചപ്പയായി, അത് തളിർത്ത് വന്നു, മുളച്ചു വന്നു, അത് പടർന്നു പന്തലിച്ചു. താൻ അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ടുള്ള കപ്പയിലേക്ക് നോക്കി, വാഴകൃഷിയിലേക്ക് നോക്കി, കൈപ്പക്കയിലേക്ക് നോക്കി, താൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ പച്ചക്കറികളിലേക്ക്, ഉദ്യാനങ്ങളിലേക്ക് നോക്കി. കർഷകന്മാർ പറയും, ഈ ഏക്കറയിലുള്ളത് മുഴുവനും എന്റേതാണ്. പക്ഷേ ഒരു രാത്രിയിലോ പകലിലോ ഒരു സുനാമി വന്നാൽ, ഒരു ഇടി തട്ടിയാൽ, മഴയിൽ ശക്തമായി ഒലിച്ചു പോയാൽ, ഒരു പ്രകമ്പനം വന്നാൽ, ഒരു ഉരുൾപൊട്ടൽ വന്നാൽ, ഉണ്ടാക്കി പടർന്ന് പന്തലിച്ച കൃഷികളൊക്കെ നശിച്ചു പോകുമ്പോ ഇവർ ഞെട്ടുകയാണ്, ദുഃഖിക്കുകയാണ്. ഇങ്ങനെയാണ് ദുനിയാവിലുള്ള സകല ദുരഭിമാനവും ശേഷിയും ശേമുഷിയും കളിയും ആരോഗ്യവും അന്തയും മട്ടഹാസവും ബഹളവും എന്ന് പരിശുദ്ധ ഖുർആൻ. ഇതൊക്കെ ഒന്നല്ലെങ്കിൽ നാളാണ്ട് പോകും. ഇവിടെ എന്താ കൂടണ്ട, ഈ കളിക്കാർ നമ്മളൊപ്പം ഉണ്ടാവും. നമ്മളെ കൂടെ കബറിൽ ഒരാൾ കല്യാണം കഴിച്ച അതിന്റെ അർത്ഥം എന്താ നിങ്ങള്? ഒരാൾ കല്യാണം കഴിച്ച അതിന്റെ അർത്ഥം ഭാര്യ പറയും, മയ്യിത്താണെ വരെ ഞാൻ ഉണ്ടാവുള്ളൂ കേട്ടോ. അതാണ് അതിന്റെ അർത്ഥം. ഇന്ന് വരെ ഭർത്താക്കന്മാര് മരിച്ചിട്ട് ഭാര്യനൊപ്പം കബർ കൊടുന്ന് നിർത്തിക്കണം. കല്യാണം കഴിച്ച അതിന്റെ മേന, പിന്നെ മരിക്കണ വരെ ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. മക്കൾ പറയും, ബാപ്പേ കബറിങ്ങരയാ ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. വീട് പറയും, ഈ മരിച്ച് വീണവരെയുണ്ട്, പിന്നെ വേ ഇറങ്ങി പോണം, എന്റെ വിടാൻ പറ്റില്ല, ഇവിടെ കിടക്കാൻ പറ്റില്ല, പോടുന്നു, കാരണം ചീഞ്ഞിട്ട് എനിക്ക് നിൽക്കാൻ പറ്റൂല. നമ്മുടെ കൊട്ടാരങ്ങളും നമ്മുടെ എല്ലാ സിംഹാസനങ്ങളും പറയും, മരണം വരെ, മരണം വരെ, മരണം വരെ. ഓടിയിരുന്ന വണ്ടി പറയും, മരിച്ചാ ഇറങ്ങണം, പിന്നെ ഇരിക്കാൻ പറ്റൂല, സീറ്റ് നാറും, ഇറങ്ങണം. മരണം വരെ, മരണം വരെ, എല്ലാം മരണം വരെ, മരണം വരെ. പക്ഷേ മരിച്ചാലും നമുക്ക് കിട്ടേണ്ടത് മൺ റബ്ബുക്ക എന്നുള്ളതിന് മുമ്പിൽ അള്ളാഹു റബ്ബി എന്നുള്ളതിന് പറയും. അപ്പൊ അള്ളി റസൂൽ എപ്പോഴും വരും. അവിടെ ചോദ്യം അതിനെ കുറിച്ചാണ്, മൺ റബ്ബുക്ക വമൻ നബിയുക്ക. അപ്പൊ അള്ളി റസൂല് മരിച്ചാലും വേണം, എങ്കിൽ അള്ളാഹിന്റെ റസൂലിയാണ് തെരഞ്ഞെടുക്കേണ്ടത്. മറ്റൊക്കെ ആവട്ടെ, പന്ത് കെട്ടിക്കോളി, ഒന്ന് നിങ്ങൾ കളിക്കണ്ടോ, നെറ്റ് കളിക്കണ്ടോ? അന്നപ്പുണ്ടെങ്കിൽ പോരെ, വൈകുന്നേരം പോരെ, ഞാനുണ്ട്. ടൗസർ ഇടൂല, ഞാൻ പാൻറ് ഇപ്പൊ ഈ പാൻറ് ഇട്ടാ പോലെ തോറ്റാണ്ട് അമ്പി പോവാ തന്നെ. കളിക്കാരപ്പ എതിര് ഷരീഫ് അസ്രഫ് ഗോളി നിന്നു, നിങ്ങൾ പെനാൽറ്റി കളിച്ചോ. ലെഫ്റ്റ് ആയിട്ട് നമ്മൾ സൈൽ വെച്ച് നിർത്താം, ചൂളാണ്ട് കൊടുത്താൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ വരെ ഐ ആം റെഡി, ഞാൻ കളിക്കണ്ട്. ഇനി ഞാൻ കളിക്കെതിരായിട്ട് ഒരു ബോംബ് പൊട്ടിച്ചെന്ന് പറയാൻ കണ്ട. പക്ഷെ ഭ്രാന്തായാലൊക്കെ അപകടം. അത് കളിയിൽ മാത്രമല്ല, ഏത് വന്തൻ ഒരാൾ തിന്നാൻ തുടങ്ങി നിർത്തിയിട്ടില്ലെങ്കിൽ ഓനെ പിടിച്ചിട്ട് എവിടെ കൊണ്ടാണ്ട് തിന്നണം. പക്ഷെ തിന്നു തന്നെയാണെങ്കിൽ എന്താട്ട? ചില കാര്യങ്ങൾ ആവശ്യം ഉണ്ടാവും, പക്ഷെ അത് അനാവശ്യാവൽ, അത് ലിമിറ്റ് തെറ്റുമ്പോഴാണ്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പള്ളിയിലും കളി, പള്ളിയിലും നോട്ടം, പുറത്തും കളി, ഉച്ചക്കും കളി, രാത്രിയും കളി, കളിയോണ്ട് കളി, കാര്യമില്ല.
കാര്യം തലേന്ന് പോയി, കളി തലയിൽ കയറിപ്പാർത്തു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിനിടയിൽ മരിച്ചാലോ? കളിക്കടയിൽ നിസ്കാരം ഉണ്ടോ? ഇനി നിസ്കരിക്കുമ്പോഴോ അല്ലാഹു അക്ബർ, മെസ്സി ഇങ്ങനെ ചിരിക്കുക കാർപ്പറ്റിന്റെ അവിടുന്ന്, സെമി അല്ലാഹ്, അർജന്റീന ഇങ്ങനെ പരന്നിക്ക. എന്നോടൊരു കുട്ടി പറഞ്ഞാൽ സുജൂദിലാണ്ട് പോയി കിടന്നാല് അർജന്റീന കോച്ചിന് ഇങ്ങനെ കൈ കൊടുക്കണമായി തോന്നുന്നു. ഇതപ്പൊ സുജൂദ് എല്ലാം നശിച്ചില്ലേ? അത് പാകത്തിന്, ഒരു ആയാസത്തിനാകുമ്പോ ഈ ഭ്രാന്ത് ഉണ്ടാവില്ല. പക്ഷെ പാകം തെറ്റി, ലിമിറ്റ് തെറ്റിയിട്ട് ഇത് എങ്ങോട്ടൊക്കെ ലോകത്തേക്ക് കയറിയാൽ ദുനിയാവും നശിക്കും, ആഖിറം പോവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ഹദീസിലേക്ക് പോയാൽ ഞാൻ ഖുത്ബയിൽ 2-3 ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്, പറയാൻ വിശദീകരിക്കാൻ സമയമില്ല. ഒക്കെ റെഡിയാണ്. എന്താ പറയാൻ ബാക്കി വെച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതാണ് നമ്മുടെ ലീഡർ. ഒറ്റ ലീഡറാണ്, ഒറ്റ നേതാവാണ്. 63 കൊല്ലത്തിനിടയിൽ പറഞ്ഞൊരു വാക്കും ചെയ്തൊരു പ്രവർത്തനവും തെറ്റായി പോയി എന്ന് പറയേണ്ടതല്ലാത്ത, എന്ന് പറയേണ്ടി വന്നിട്ടില്ലാത്ത സത്യസന്ധരിൽ സത്യസന്ധനായ, നീതിമാന്മാരിൽ നീതിമാനായ, രാജാക്കന്മാരിൽ മാതൃകയോഗ്യനായ, ഭരണാധിപനായ, കച്ചവടക്കാർക്ക് ഖദീജ ഉമ്മന്റെ കച്ചവടക്കാരനായ, തൊഴിലാളികൾക്ക് ആടിനെ മേച്ച് നടന്നിരുന്ന അമീൻ മുഹമ്മദായ, ഇനി കളിക്കണോ ഭാര്യയുടെ കൂട്ടിൽ, ഭാര്യയുടെ കൂടെ വീട്ടിൽ ഓടിക്കളിച്ചിരുന്ന പേരക്കുട്ടികൾക്ക് കൂന്നുകൊടുത്തുകൊണ്ട്, പേരക്കുട്ടികൾക്ക് മുമ്പിൽ ഒരു കുതിരക്കളിക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് കളിച്ചിരുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയാണ്. ഈ നേതാവിനെ മറന്നിട്ട് എവിടുക്ക നമ്മൾ പറയുന്നു? അതുകൊണ്ട് കളിച്ചോളി, കാര്യം മറന്ന് കളിക്കണ്ട. കളിച്ചോളി, നിസ്കാരങ്ങളാക്കി കളിക്കണ്ട. കളിച്ചോളി, രാത്രിയെ പകലാക്കി കളിക്കണ്ട. രാത്രി സമയം എന്ന് പറഞ്ഞാൽ കളിക്കാനുള്ളതല്ല, ഉറങ്ങാനുള്ളതാണ്. രാത്രി സമയം എന്നുള്ളത് അള്ളാനെ ഓർക്കാനുള്ളതാണ്. പന്തിന്റെ പിന്നാലെ ഓടാനുള്ളതല്ല. കളിച്ചോളി, മാരി വയസ്സറിനടി കളിച്ചോളി. ശാസ്ത്രം അങ്ങനെ തന്നെയാണ്. ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രിയിൽ കളിക്കണതിനെ കുറിച്ച് ഒരു ഡോക്ടറോട് ചോദിച്ചൊക്കെ എന്താ രോഗം ഉണ്ടാകുന്നത്? ക്യാൻസർ വരെ ഉണ്ടാവും. കാരണം രാത്രി ലൈറ്റ് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. രാത്രി വിഴുങ്ങേണ്ടത് പകലാണ്. രാത്രി ലൈറ്റ് വിഴുങ്ങിയാൽ അത് ക്യാൻസറിന് കാരണമാണ്. ഞാൻ മതഭാഷ മാത്രമല്ല പറയുന്നത്. പക്ഷെ ആര് ചിന്തിക്കണ്? അതുകൊണ്ടാണല്ലോ ഇക്കാലത്ത് ആയുസ് പറയുന്നത്. ഈ കാലത്തെ കുറിച്ചല്ല മുസ്തഫാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെടുന്നനെയുള്ള മരണം വർദ്ധിക്കുന്നു പറഞ്ഞത്. ഫുജൂത്തുൽ മൗത്തിന്റെ കാലല്ലേ. എന്താ കാരണം? ഇതന്നെ, രാവില്ല. അപ്പൊ ഇനി കളിയാണ്ട് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങില്ല. ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ തുമ്പി വാറും പോലെ പാറും. എന്താ പണി? എവിടെങ്കിലൊക്കെ പിന്നെ ചുട്ട കോയി ഇങ്ങനെ കറങ്ങുണ്ടാവും. ഒന്നുകൂടി അടിച്ചിട്ട് ആമ്പക്കം വിട്ടിട്ട് പിന്നെ കട്ട ഇങ്ങനെ ഇരുന്നിട്ട് ചിരിയും കളിയും വർത്താനും, അങ്ങോട്ട് വിളി ഇങ്ങോട്ട് വിളി, അങ്ങനെ ബൈക്ക് എടുത്ത് ആണ്ടുകൂടെ അങ്ങോട്ടൂടെ കടപ്പുറത്ത് പോവുക. പിന്നെ കുറെ ഇതിനെതിരെ നല്ല രീതിയിൽ നോന്ന് പറയാൻ ആളുകൾ വേണം. വീട്ടിലെ ആൾ വേണം. മൂല്യന്മാരൊക്കെ പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. കുട്ടികളെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ കേൾക്കും. നാവ് എന്നുള്ളത് വെള്ളിയാഴ്ച ഇറച്ചി എന്നുള്ളതല്ല, കുട്ടികളോട് പറയാനുള്ളതും കൂടിയാണ്. ഇറച്ചും ജ്യൂസും ഒക്കെ നന്നായിട്ട് അടിച്ചുകൂടെ പറയാനുള്ളത് പറയായിരുന്ന ഈ കുട്ടികൾ നാളെ നമുക്ക് എതിരാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഭ്രാന്തായ കളിയിൽ നിന്ന് നമ്മളെയും മക്കളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു കാര്യം മറന്ന കളിയിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ അവരെ എല്ലാരെയും അള്ളാഹു തആല നന്നാക്കട്ടെ. ആരെയും നമ്മൾ തരം താഴ്ത്താൻ പാടില്ല. ഒരു മനുഷ്യൻ എപ്പോഴാണ് ബോധം കിട്ടുക അടിച്ച് കയറുമെന്നും പറയാൻ പറ്റൂല. അള്ളാഹു നമുക്കൊക്കെ കുട്ടികൾക്ക് എല്ലാവർക്കും അള്ളാഹു നല്ല ബോധം പ്രദാനം ചെയ്യട്ടെ. ഈ ഇരുത്തം അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. നമ്മുടെ സിയാത്തൊക്കെ ഹസനാത്താക്കി തരട്ടെ. ഇന്ന് നമ്മളെ മാലിൽ നിന്ന് താന്നൂര് ഇസ്ലാം കോളേജിന്റെ എല്ലാമായ മാമുട്ടിയാക്ക എന്ന സുഹൃത്ത് ഇന്ന് വിടവാങ്ങി. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കും. ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. പോണ സ്ഥലം അള്ളാഹു റാഹത്തായി കൊടുക്കട്ടെ. നമുക്ക് നാളെ ചെന്ന് കിടക്കാനുള്ള സ്ഥലം അള്ളാഹു തആല സ്വർഗമാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂടെ പഠിച്ചവർ, നമ്മെ പഠിപ്പിച്ചവർ, അയൽവാസികൾ, കുടുംബാതിഥികൾ, ഉറ്റവർ, ഉടയവർ പലരും ഖബറിലാണ്. പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ഈ സാഹസിലുള്ള മുഴുവൻ ആളുകൾക്കും അവന്റെ റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ, ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ, സലാമത്ത് പ്രദാനം ചെയ്യട്ടെ, സക്കീനത്ത് പ്രദാനം ചെയ്യട്ടെ, തുവനീനത്ത് പ്രദാനം ചെയ്യട്ടെ, ശിഫാ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു മൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് ورحمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه. അടുത്ത വ്യാഴം വെള്ളിയായിരിക്കും താസുവ ആശുറ. അടുത്ത വെള്ളിയാഴ്ച ആശുറ വരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത വെള്ളിയാഴ്ച പറയും. താസുവ ആശുറ
ദിവസങ്ങളിൽ നോമ്പ് ആരും മറക്കണ്ട. ഇനി 9 പറ്റാത്ത ആളുകൾ 11 കൂടി കൂട്ടിയെടുത്താൽ മതി. അതിൽ രഹസ്യങ്ങളുണ്ട്. ഈ മാസം ആദ്യത്തെ 10 സുന്നത്താണ്, ഈ മാസം മുഴുവനും സുന്നത്താണ്. പിന്നെ ചില ആളുകളൊക്കെ ഈ മാസത്തിൽ കുടിയിരിക്കാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെ സംഗതി ഇല്ല. പഴയ കാലത്തെ ആളുകള് മുഹറത്തിൽ കുടിയിരിക്കൂല, വലിയ യാത്രയും പോകില്ല, കല്യാണം നടത്തൂല. അതിനൊരു കാരണമുണ്ട്. ഓലൊക്കെ എല്ലാവരും നോമ്പ് വെക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ നോമ്പിന് കല്യാണം വേണ്ട വെച്ചിട്ട് സഫർക്കാക്കും. നമ്മളിത് ആ കല്യാണം നടത്താത്ത മാത്രം കണ്ടെടുത്ത് നോമ്പ് വെക്കണാണ്ട് ഒഴിവാക്കുകയും ചെയ്തു. ഒന്നുകിൽ നോമ്പ് വെക്കുക, അല്ലെങ്കിൽ ബിരിയാണി തരാം, രണ്ടാലൊന്ന്. ഇത് രണ്ടും ഇല്ലാതായാലും അത് വല്ലാത്ത വിരോധാഭാസമല്ല. നോമ്പ് വെക്കൂല്ല, ചോറ് തരൂല്ല, രണ്ടും കൂടി എങ്ങനെ പറ്റണേ? ഓല് നോമ്പ് വെച്ചുകൊണ്ടാണ് കല്യാണം മുടക്കണത്, ഓല് നോമ്പ് വെച്ചുകൊണ്ടാണ് കുടിയിരിക്കൽ വേണ്ട വെച്ചേ. നമ്മളിത് കുടിയിരിക്കലും ഇല്ല, നോമ്പും ഇല്ല. ഇത് രണ്ടും കൂടി എങ്ങനെ ശരിയാ? ഏതെങ്കിലും ഒന്നുമ്പോ കൂടി രണ്ടും ഇല്ലാതാകാൻ പറ്റും. ഇപ്പൊ മുഹറം എന്ന് പറഞ്ഞാൽ എന്തൊരു ദജ്ജാലുമാരും പടം ഒന്നുമില്ല. അത് അങ്ങാടി നിന്നുണ്ടാണ് കുറെ മസാല, 4 മദ്ഹബ് പെടാത്ത കുറെ മസാലകൾ അങ്ങാടി നിന്നുണ്ടാണ്ട് അടുക്കളയിൽ നിന്നും ആയി പട്ടാണ്. മുഹറം ഭയങ്കര ഭീകരമാണെന്നുള്ള ചിന്ത അങ്ങനെ അള്ളാന്റെ ഖുർആനിലും ഹദീസിലും കിതാബിലും ഇല്ല. അന്ന് പഴയ കാലത്തെ ആളുകൾ എല്ലാം ഒഴിവാക്കി എന്നുള്ളത് ശരിയാണ്. കാരണം അവർ ക്ഷീണിതരാണ്. എന്തുകൊണ്ട്? നോമ്പ് ഒറ്റിയിരുന്നു. ആ ഒറ്റ കാര്യമുള്ളൂ. അത് ആ നോമ്പ് ഒറ്റിയിരുന്നു എന്നുള്ളതാണ്ട് ഒഴിവാക്കിയിട്ട് കല്യാണം നടത്തിയെന്നുള്ളത് മാത്രം കണ്ട് എടുത്തിട്ട് നടപ്പിലാക്കുക. അത് ദീനല്ല. അപ്പൊ അങ്ങനെയൊന്നും ആരും ബേജാറണ്ട. കുടിയിരിക്കണവർ കുടിയിരുന്നോളി, ഗൾഫ് പോകണവർ ഗൾഫ് പോയിക്കോളി, നോമ്പ് ഒറ്റിട്ട് ക്ഷീണമുള്ളവർ അങ്ങനെ മാറ്റാൻ പറ്റണൊക്കെ മാറ്റം ചെയ്തോളി. അത്രേ ആ കാര്യത്തിലുള്ളൂ എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അല്ലാഹു മൻസൂർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه برحمتك يا أرحم الراحمين.